ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഫിസിയോളജിയിലെ റീനൽ ഫിസിയോളജി ചാപ്റ്ററിലെ മിച്ചുറേഷൻ റിഫ്ലക്സ് ആണ് നോക്കുന്നത്. സോ മിച്ചുറേഷനിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് യൂറിനറി ബ്ലാഡറിലെ ഇന്നർവേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. സോ ബ്ലാഡർ is innervated by sympathetic, parasympathetic and somatic fibers. ഈ 3 ടൈപ്പ് ഓഫ് ഫൈബേഴ്സ്, ദാറ്റ് ഈസ് സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക് ആൻഡ് സൊമാറ്റിക് ഫൈബേഴ്സ് നമ്മൾ ബ്ലാഡറിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ സിമ്പത്തറ്റിക് ഫൈബേഴ്സ് ഏതൊക്കെ റീജിയൻ ഓഫ് സ്പൈനൽ കോഡിനെ അറേസ് ചെയ്യുന്നത് നമുക്കറിയാം. തൊറാക്കോ ലംബാർ റീജിയനാണ്. അപ്പോൾ തൊറാക്കോ ലംബാർ റീജിയനിൽ ലംബാർ സെഗ്മെൻറ്റ് 1, 2, 3 എന്നാണ് സ്പൈനൽ കോഡ് അറേസ് ചെയ്യുന്നത്. അത് റീച്ച് ദ ബ്ലാഡർ വയ ഹൈപ്പോഗാസ്ട്രിക് നെർവാണ്. നെക്സ്റ്റ് പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ്. പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് നോർമലി ക്രേനിയോ സാക്രലാണ്. അപ്പം യൂറിനറി ബ്ലാഡർ എന്ന് പറഞ്ഞാൽ ഒരു പെൽവിക് ഓർഗനാണ്. സോ സാക്രൽ റീജിയൻ ആയിരിക്കും നെർവ്സ് അറേസ് ചെയ്യുക. ഫ്രം സാക്രൽ 2, 3 and 4 segments. It reached the bladder via pelvic nerve. Then next, somatic fibers. Somatic fibers arises from the പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് അറേസ് ചെയ്യുന്ന അതേ സെഗ്മെൻറ്റ്സ് എന്നാണ് ഈ സൊമാറ്റിക് ഫൈബേഴ്സും അറേസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സാക്രൽ സെഗ്മെൻറ്റ് 2, 3 and 4. These innervate the bladder and external sphincter via pudendal nerve. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ആലോചിക്കാം. തൊറാക്കോ ലംബാർ റീജിയൻ എന്ന് വെച്ചാൽ അത് സേക്രലിനെക്കാട്ടും മുകളിൽ വരുന്ന പോർഷനാണ്. സോ 1, 2, 3 ലംബാറിന് കൊടുക്കുക, എന്ന് വെച്ചാൽ സിമ്പത്തറ്റിക്കിന് കൊടുക്കുക. അപ്പം ആ റീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ആ റീജിയനിലാണ് സിമ്പത്തറ്റിക് അറൈസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അത് ഇന്നർവേറ്റ് ചെയ്യുന്ന അത് ഏത് നെർവിലൂടെയാണ് ബ്ലാഡറിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാഡർ എന്ന് പറയുന്നത് ഒരു പെൽവിക് ഓർഗൻ. അപ്പോൾ പെൽവിക്കിന് തൊട്ട് മുന്നേ ഉള്ള റീജിയനാണ് ഹൈപ്പോഗാസ്ട്രിക് റീജിയൻ, പിന്നെ പെൽവിക്ക്, പിന്നെ പ്യുഡൻ്റൽ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ജെനിറ്റാലിയൊക്കെ കാണുന്ന ആ ഏരിയ. സോ സിമ്പത്തറ്റിക് ഫസ്റ്റത്തെ ആ 3 എണ്ണമാണ്, അതായത് L1, L2, L3 വയ ഹൈപ്പോഗാസ്ട്രിക് നെർവ്. നെക്സ്റ്റ് അധികം താഴെയാണ് പാരാസിമ്പത്തറ്റിക് വരുന്നത്, സാക്രലാണ്. അപ്പോൾ 1, 2, 3 നമ്മൾ ലംബാറിന് കൊടുക്കുമ്പോൾ 2, 3, 4 സെഗ്മെൻറ്റ് പാരാസിമ്പത്തറ്റിക്കിന് കൊടുക്കും. ആൻഡ് അത് പെൽവിക് നെർവിലൂടെ, തൊട്ട് താഴെ പെൽവിക് നെർവിലൂടെയാണ് പോകുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് മെമ്മറൈസ് ചെയ്യാനുള്ളതാണ്. സൊമാറ്റിക് ഫൈബേഴ്സ് എന്ന് പറയുന്നത് സെഗ്മെൻറ്റ് S2, S4 എന്നാണ് അറേസ് ചെയ്യുന്നത്. അത് ബ്ലാഡറിനും എക്സ്റ്റേണൽ സ്പിഞ്ചറിനുമാണ് ഇന്നർവേറ്റ് ചെയ്യുന്നത്. സോ അത് ഏറ്റവും ലോവസ്റ്റ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ ആ റീജിയനിലേക്ക്, ആ റീജിയനിലാണല്ലോ എക്സ്റ്റേണൽ സ്പിഞ്ചർ, കുറച്ചും കൂടെ താഴെയാണല്ലോ. സോ അത് പ്യുഡൻ്റൽ നെർവ് വഴിയാണ് ഇന്നർവേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ആലോചിക്കാം. സോ നെക്സ്റ്റ് we know that the sensation of bladder എന്ന് വെച്ചാൽ ബ്ലാഡർ ഫീൽ ചെയ്യുമ്പം സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്ത് ഈ ബ്ലാഡർ സ്ട്രെച്ച് ചെയ്തു എന്നുള്ള ആ ഒരു സെൻസേഷനും, പിന്നെ എന്തെങ്കിലും പെയിൻഫുൾ സെൻസേഷനും അല്ലാതെയുള്ള മറ്റു പ്രഷർ, ബ്ലാഡറിലേക്ക് പ്രഷർ കൊടുക്കുന്ന സെൻസേഷനൊക്കെ ബ്ലാഡറിന് നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് റീച്ച് ചെയ്യുന്നത് പെൽവിക് നെർവിലൂടെ, അതായത് എഫറൻസ് ഇൻ പെൽവിക് നെർവിലൂടെയാണ്. എഫറൻസ് ഇൻ സെൻസേഷൻ ഓഫ് ബ്ലാഡർ ആർ മീഡിയേറ്റഡ് ബൈ എഫറൻസ് ഇൻ ദ pelvic nerve. Okay. Next is about briefly about the urethral sphincter. We know that there are 2 sphincters. What are they? External or internal urethral sphincter. Internal urethral sphincter and external urethral sphincter. So internal urethral sphincter is also called as
sphincter vesicae. Sphincter vesicae. And external sphincter is called as sphincter urethra. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ യൂറേത്രൽ സ്പിഞ്ചർ എന്ന് പറഞ്ഞാൽ നെക്ക് ഓഫ് ബ്ലാഡർ, നെക്ക് ഓഫ് യൂറിനറി ബ്ലാഡറിൻ്റെ അവിടെയാണിത്. സോ സ്പിഞ്ചർ വെസിക്കിൾ എന്ന് വെച്ചാൽ ബ്ലാഡർ ഒരു വെസിക്കിളാണല്ലോ, സോ സ്പിഞ്ചർ വെസിക്കിൾ. എക്സ്റ്റേർണൽ യൂറേത്രൽ സ്പിഞ്ചർ എന്ന് പറഞ്ഞാൽ യുറേത്രേൻ്റെ അവിടെ പ്രോക്സിമൽ പാർട്ട് ഓഫ് യുറേത്രയിൽ പ്രസൻ്റ് ആയിട്ടുള്ള സ്പിഞ്ചറാണ്, സോ സ്പിഞ്ചർ യുറേത്ര. സോ ദിസ് ഇനി ഇന്നർവേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ സ്പിഞ്ചർ ഇസ് ഇന്നർവേറ്റഡ് ബൈ sympathetic and parasympathetic. It is innervated by sympathetic and parasympathetic. That is through hypogastric and pelvic nerve. So the internal sphincter is under the control of internal sphincter is under the control of what? Autonomic control. അതുപോലെ തന്നെ എക്സ്റ്റേർണൽ സ്പിഞ്ചർ അത് നമ്മൾ പറഞ്ഞു പ്രോക്സിമൽ പാർട്ട് ഓഫ് യുറേത്രയിൽ അവിടെയാണ് എക്സ്റ്റേർണൽ സ്പിഞ്ചർ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് ഇന്നർവേറ്റഡ് ബൈ somatic, otherwise pudendal nerve. Therefore external sphincter is under voluntary control. Okay. Next, this is a picture of the innervation. Here we can see that this these parasympathetic fibers from S2, S3, S4 innervate both the detrusor muscle, here detrusor muscle and internal sphincter, and the sympathetic fibers from L1, L2, L3 and also from T11 and T12 innervate detrusor muscle and internal sphincter. So and also the pudendal nerve, that is the somatic nerves which is from the S2, S3, S4 innervate the external sphincter. So here the parasympathetic fibers helps in the contraction of the detrusor muscle and relaxation of the internal sphincter. So sympathetic fibers
contraction of detrusor muscle and relaxation of internal sphincter, that is helps in maturation. And whereas somatic fibers helps in voluntary control of external urethral sphincter. Next we move to the maturation reflex. So what is maturation reflex? It is a reflex phenomena mostly integrated in spinal cord. Maturation reflex എന്ന് പറഞ്ഞാൽ ഒരു റിഫ്ലക്സ് ഫിനോമിന എന്ന് വെച്ചാൽ അതിനൊരു എഫറൻറ്റും ഒരു കോർഡിനേറ്റ് ചെയ്യാനുള്ള സെൻറ്റർ, ഇവിടെ അത് സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡും ഇഫ്രൻറ്റും ഉണ്ടാവാം. ഇഫ്രൻറ്റും മാത്രം മതി ഈ ഒരു റിഫ്ലക്സ് ആക്ടിവേറ്റ് ചെയ്യാൻ. So this spinal reflex is influenced by activities of higher centers. നോർമലി ഇത് സ്ട്രെച്ച് വരുമ്പോൾ എഫറൻറ്റ് നെർവ്സ് അത് ക്യാരി ചെയ്ത് സ്പൈനൽ കോഡ് അതിനുള്ള ഇമ്പൾസ്, അതിനുള്ള റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്ത് ഇഫ്രൻറ്റിലൂടെ പോയിട്ട് ഇപ്പോൾ മെച്ചുറേഷൻ റിഫ്ലക്സ് ആണ്. ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനും ഇൻഹിബിറ്റ് ചെയ്യുന്നതും ഒക്കെ വേറെയുള്ള ഹയർ സെൻറ്റേഴ്സാണ്. ഓക്കെ, അതിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് സിസ്റ്റോമെട്രി. സോ ബൈ ഡെഫിനിഷൻ വാട്ട് ഇസ് സിസ്റ്റോമെട്രി? സോ സിസ്റ്റോമെട്രി ഇറ്റ് ഈസ് എ പ്രൊസീജിയർ. ഇറ്റ് ഈസ് ദ procedure to study the relationship between the bladder volume and pressure. ബ്ലാഡർ വോളിയം പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നൊരു പ്രൊസീജിയറാണ് സിസ്റ്റോമെട്രി. ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ബ്ലാഡർ ഫുള്ളും കംപ്ലീറ്റ് ആയിട്ട് എംപ്റ്റി ചെയ്യും. എന്നിട്ട് ബ്ലാഡർ വോളിയം is gradually increased by slowly pushing water to fill the bladder. ആദ്യം കംപ്ലീറ്റ് ആയിട്ട് ബ്ലാഡർ എംപ്റ്റി ചെയ്തിട്ട് അതിൽ കുറച്ച് വെള്ളം അതിലേക്ക് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പ്ലോട്ട് ചെയ്യാം. സോ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രാവെസിക്കൽ pressure is recorded at different bladder volumes. So then this recording, അങ്ങനെ നമ്മളൊരു റെക്കോർഡിങ് നടത്തുമല്ലോ, ഒരു പ്ലോട്ട് അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു പ്ലോട്ട് കിട്ടും. ദിസ് recording of pressure, volume relationship is called സിസ്റ്റോമെട്രോഗ്രാം. സോ സിസ്റ്റോമെട്രോഗ്രാമിൻ്റെ
ഈ സിസ്റ്റോമെട്രോഗ്രാമിൻ്റെ പ്ലോട്ടാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. സോ ഇതിൽ നമുക്ക് മനസ്സിലാവുക ഇതാണ് ഇൻട്രാവെസിക്കുലർ പ്രഷർ. Y axis is intravesicular pressure which is plotted for intravesicular volume. സോ നമ്മൾ വെള്ളം ഇതിലേക്ക് ഇങ്ങനെ ഫിൽ ചെയ്ത് വരുമ്പോൾ വോളിയം ഇങ്ങനെ കൂടി വരും. അതിനനുസരിച്ച് ഉണ്ടാകുന്ന പ്രഷർ ചേഞ്ച് ആണ് നോക്കുക. അപ്പോൾ നമുക്കിതിൽ മനസ്സിലാവും ഫസ്റ്റ്, അതായത് ഒരു 0 to 50 വരെ ബ്ലാഡർ ഫിൽ ചെയ്യുമ്പം 0 പ്രഷർ, അതിൽ പ്രഷർ പോലും ഡെവലപ്പ് ചെയ്യുന്നില്ല ഈ ഒരു ഏരിയയിൽ. ദെൻ ഒരു 50 ml ഒക്കെ ആകുമ്പോൾ പതിയെ എന്നുവെച്ചാൽ ഒരു 0 ഒരു ഗ്രാജുവൽ റൈസ് ഉണ്ടാവും A to B. എന്നിട്ട് പിന്നെ അതൊരു 400 ml വരെ സ്റ്റഡി സ്റ്റേറ്റിലായിരിക്കും പ്രഷർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു 400 and above ആകുമ്പോൾ അതൊരു ഗ്രാജുവൽ റൈസ്, ഒരു CD, ഈ ഒരു ലിംബ് ഉണ്ടാവും, ഒരു ഗ്രാജുവൽ റൈസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നോർമൽ ഒരു സിസ്റ്റോമെട്രോഗ്രാം. സോ സിസ്റ്റോമെട്രോഗ്രാം ഇസ് ചോദിച്ചിട്ടുള്ളൊരു പോർഷനാണ്. സോ ആദ്യം ഒരു 0 to 50 വരെ നോ പ്രഷർ, അവിടെ നിന്ന് പിന്നെ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യും ഒരു A to B. പിന്നെ അത് ഒരു 400 വരെ നോർമൽ, അതായത് 50 അല്ലെങ്കിൽ ഒരു 50 to 100 വരെ ഒരു പ്രഷർ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് അത് സെയിം പ്രഷറായിരിക്കും. എന്നുവെച്ചാൽ വോളിയം കൂടുന്നുണ്ട്, പ്രഷറിൽ മാറ്റമില്ല. പിന്നെ ഒരു 400 കഴിയുമ്പോൾ അതൊരു ഒരു സ്റ്റീപ്പ് റൈസ് ആയിരിക്കും ഉണ്ടാകും. സോ ഇവിടെ അതാ ഇനീഷ്യൽ റൈസ് ഇൻ ഇൻട്രാവെസിക്കുലർ പ്രഷർ ഒക്കർ വെൻ ബ്ലാഡർ ഇസ് ഫിൽഡ് വിത്ത് 50 ml of water. Then no significant increase in pressure occurs with the increase in volume to about 400 ml. So ഈ ലിംബ് BC, ഈ BC ആണ് no significant increase in pressure എന്ന് പറയുന്നത്. So what is the reason between this പ്രഷർ വേരി ചെയ്യാതെ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ദാറ്റ് ഈസ് ഇവിടെയാണ് ലാപ്ലേസ് ലോ നമ്മൾ ആപ്ലിക്കബിൾ ആവുന്നത്. സോ ദ ലിംബ് BC ഓഫ് സിസ്റ്റോമെട്രോഗ്രാം ഇസ് ഫ്ലാറ്റ് ഡ്യൂ ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ലാപ്ലേസ് ലോ. വാട്ട് ഈസ് ലാപ്ലേസ് ലോ? ലാപ്ലേസ് ലോ എന്ന് പറയുന്നത് പ്രഷർ ഡെവലപ്ഡ് ഇൻസൈഡ് ഓർ ഇൻട്രാവെസിക്കൽ പ്രഷർ ഈക്വൽ ടു twice the wall tension divided by the radius. So here T is the wall tension, and R is the radius. So urinary bladder is spherical viscous ആണ്. Spherical viscous ആണ് that, and it is made up of smooth muscles, and that smooth muscles has plasticity property. So it is as it is a spherical viscous, നമ്മൾ അതിലേക്ക് വെള്ളം or water പുഷ് ചെയ്തിട്ട് ഫിൽ ചെയ്യാൻ നോക്കുമ്പോൾ വോൾ ടെൻഷൻ കൂടും. കാരണം ഇത് വീർത്ത് വരികയാണ്, മസിൽസൊക്കെ സ്ട്രെച്ചായിട്ട് വരികയാണ്, അപ്പോൾ വോൾ ടെൻഷൻ കൂടും. അതുപോലെ തന്നെ ഇതൊരു സ്മൂത്ത് മസിൽ ഈസിലി എന്താ പറയുക എക്സ്പാൻഡ്, ആ ഒരു വെസിക്കസിൻ്റെ സൈസ് ഈസിലി കൂടും. സോ ആസ് ദ ഓർഗൻ ഫീൽസ് വോൾ ടെൻഷൻ എങ്ങനെയാണ് കൂടുന്നത്, അതേപോലെ തന്നെ റേഡിയസും കൂടും. സോ ന്യൂ പ്രഷർ എന്ന് പറയുന്നത് ട്വൈസ് ഇൻറ്റു ന്യൂ ടെൻഷൻ ഡിവൈഡ് ബൈ ആർ. ഇവിടെ ടെൻഷനും കൂടും റേഡിയസും കൂടും, അതുകൊണ്ട് ഇത് ഈക്വലൈസ് ചെയ്തിട്ട് പുതിയ ന്യൂ പ്രഷർ ഈക്വൽ ടു ഓൾഡ് പ്രഷർ. സോ P' ഈക്വൽ ടു P0. അങ്ങനെയാണ് ഇവിടെ എന്താ പറയുക ഓർഗൻ ഈ ഒരു ലിംബിൽ നമ്മൾ ഓർഗൻ ഫില്ല് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നത്, നോ ചേഞ്ച് ഇൻ പ്രഷർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്,
However, above the volume of about 400 ml. അപ്പോൾ നമ്മൾ ഇനി 400 ml വരെയുള്ള നോക്കി. അപ്പോൾ എബോവ് 400 ml എന്താ നോക്കുക, എന്താ പറ്റുന്നത് വെച്ചാൽ പ്രഷർ ഇൻക്രീസ് ഷാർപ്ലി. വൈ? ബിക്കോസ് വോൾ ടെൻഷൻ ഓർഗൻ ഫിൽ ചെയ്യുമ്പോൾ 400 ml എത്തി. അതിലും കൂടുതൽ നമ്മൾ വെള്ളം പുഷ് ചെയ്യുമ്പോൾ വോൾ ടെൻഷൻ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. പക്ഷേ അതിനനുസരിച്ച് റേഡിയസ് കൂടില്ല. കാരണം ഇത് എക്സ്പാൻഡ് ചെയ്യാൻ ഈ യൂറിനറി ബ്ലാഡർ എന്നൊരു പെൽവിക് ഓർഗനാണ്. അപ്പം അത് സ്മൂത്ത് മസിൽ കൊണ്ടുണ്ടായത്. അപ്പം ഇതിനൊരു എക്സ്പാൻഡ് ചെയ്യാനൊരു ലിമിറ്റ് ഉണ്ട്. സോ 400 ml കഴിഞ്ഞാൽ അതിന് അത്രയ്ക്കും ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് ഹാപ്പൻ? ടെൻഷൻ ഇൻക്രീസ്, റേഡിയസ് കനോട്ട് ഇൻക്രീസ് ദാറ്റ് മച്ച്. ടെൻഷൻ നല്ലോണം കൂട്ടും, റേഡിയസ് കുറച്ച് കൂടുള്ളൂ. സോ P dash equal to twice into tension by radius. So tension നല്ലോണം കൂടുന്നുണ്ട് എന്ത് ചെയ്യും? P dash equal to more than P0. Next, so ഇതാണ് Laplace law or the explanation of the systometrogram. Hope you all understand this concept. Next, നമ്മൾ മെക്കാനിസം ഓഫ് മെച്ചുറേഷനിലേക്ക് പോകും. സോ ഫസ്റ്റ് ബ്ലാഡർ ഫില്ലിംഗ് ഓഫ് ബ്ലാഡർ. അങ്ങനെ ബ്ലാഡർ ഫിൽ ചെയ്യുമ്പോൾ ഒരു 50 ml വരെയൊക്കെ അത് നോർമൽ ഒരു കൺട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലാഡറിൻ്റെ ആ ഒരു 50 ml വരെ അതിന് വോൾ ടെൻഷനൊന്നും കൊടുക്കാതെ ഫിൽ ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് അങ്ങോട്ട് ഇതാവുമ്പോൾ ഒരു ഇതേപോലെ പ്രഷർ അങ്ങനെ ഇൻക്രീസ് ചെയ്യാത്ത ഒരു 300 ml ഒക്കെ വരെ പോകും. അവിടുന്ന് ഒരു 300 മുതൽ ഒരു ഈ ബ്ലാഡർ വാളിന് ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ഫീൽ ചെയ്യും. അങ്ങനെ സ്ട്രെച്ച് ഫീൽ ചെയ്യുമ്പോഴും സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ദാറ്റ് ആർ പ്രസൻറ്റ് ഇൻ ദ വോൾ ഓഫ് ദി ബ്ലാഡർ ആക്ടിവേറ്റ് ചെയ്യും. സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് അത് സെൻഡ് ഇമ്പൾസ് ഇൻ ദി ഏത് ലിംബിലൂടെ ഇമ്പൾസ് സെൻഡ് ചെയ്യുക? അഫ്രണ്ട് ലിംബല്ലേ. സോ in the afferent limb that initiate അല്ലെങ്കിൽ afferent limb of pelvic nerve എന്ന് പറയാം, അല്ലെങ്കിൽ afferent nerve that initiate reflex contraction. റിഫ്ലക്സ് കൺട്രാക്ഷൻ തുടങ്ങാൻ വേണ്ടി സ്ട്രെച്ച് റിസപ്റ്റേഴ്സിൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. അത് പെൽവിക് നെർവിലുള്ള അഫ്രണ്ട് നെർവിലുള്ള സ്പൈനൽ കോഡിൽ പോകുന്നു. സോ ദി ഫൈബേഴ്സ് ഇൻ ദ പെൽവിക് നെർവ് ഫ്രം ദി അഫ്രണ്ട് ലിംബ് ഫോം ദി അഫ്രണ്ട് ലിംബ് ഫോർ ദ മെച്ചുറേഷൻ റിഫ്ലക്സ്. മെച്ചുറേഷൻ റിഫ്ലക്സിന് അഫ്രണ്ട് ലിംബ് എന്ന് പറയുന്നത് പെൽവിക് നെർവാണ്. അതുപോലെ തന്നെ അങ്ങനെ സ്പൈനൽ കോഡ് എത്തി. ഇനി സ്പൈനൽ കോഡിൽ റെസ്പോൺസ്, അതായത് കൺട്രാക്ഷൻ ഓഫ് ദി സ്മൂത്ത് മസിൽസ് ആൻഡ് റിലാക്സേഷൻ ഓഫ് ദി ഇൻറ്റേർണൽ സ്പഞ്ച്, ഇത് വരുന്നത് പാരാസിമ്പത്തറ്റിക് ലിംബിലൂടെയാണ്. പെൽവിക് നെർവിൽ തന്നെയുള്ള പാരാസിമ്പത്തറ്റിക് ലിംബിലൂടെ. സോ ഡിഫറെൻറ്റ് ലിംബ് ദാറ്റ് ഈസ് പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് stimulate and it cause contraction of the detrusor muscle and relaxation of the internal sphincter. അങ്ങനെ യൂറിനറി ബ്ലാഡറിന് യൂറിനറി ബ്ലാഡർ ഡെട്രോസർ മസിൽസ് ഉള്ളിട്ട് കൺട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇൻറ്റേർണൽ സ്പിഞ്ചർ അത് റിലാക്സ് ചെയ്യും. അങ്ങനെ യൂറിനറി ബ്ലാഡറിന് യുറേത്രയിലേക്ക് എത്തും. സോ യൂറിൻ പാസസ് ഫോഴ്സ്ഫുള്ളി ഇൻടു യുറേത്ര. So once in urethral ethi. So once in urethra, the urine is emptied in females by the effect of gravity and pressure from the pelvic floor.
while in males the urine is emptied by the contraction of bulbocavernous muscle. Bulbocavernous muscle. So next, during maturation the pelvic, perineal and levator ani muscles relax ചെയ്യും. അങ്ങനെ ആവുമ്പോഴേ നമുക്ക് യുറേത്രയ്ക്ക് റിലാക്സ് ചെയ്യണമെങ്കിൽ അതിന് ചുറ്റുമുള്ള ഈ പെൽവിക്, പെരീനിയൽ, ലീവേറ്റർ ആനി മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്താൽ യുറേത്രയ്ക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്പേസ് കിട്ടും. അപ്പോൾ അതിലേക്ക് യൂറിൻ കൂടുതലായിട്ട് ഡിസെൻഡ് ചെയ്ത് വരികയും പിന്നെ നമുക്ക് മെച്ചുറേഷൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും. സോ ദിസ് എയ്ഡ്സ് ടു ദി ഇനീഷ്യേഷൻ ഓഫ് ഇറ്റ്സ് കൺട്രാക്ഷൻ. ഓക്കെ, ദെൻ at this stage, perineal muscle and external sphincter can be made to contract voluntarily to prevent maturation to occur. So, ഓൾറെഡി യുറേത്രയിൽ എത്തി. അപ്പോൾ യുറേത്രയിൽ എത്തിയത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഓട്ടോണോമിക് പാരാസിമ്പത്തറ്റിക് വഴിയാണ് എന്താ പറയുക ഡെട്രോസൽ മസിൽ കൺട്രാക്ട് ചെയ്യുന്നതും ഇൻറ്റേർണൽ സ്പിഞ്ചർ റിലാക്സ് ചെയ്യുന്നതും. സോ അത് സ്ട്രെച്ച് റിഫ്ലക്സ് ആസ് എ റിഫ്ലക്സ് ഫിനോമിനാണ് ഇത് യുറേത്ര വരെ എത്തിയത്. ഇനി യുറേത്രയിലുള്ള ഇതിനെ വോയിഡ് ചെയ്യുന്നത് നമുക്ക് വോളണ്ടറി കൺട്രോൾ ചെയ്യാം. ബൈ വിച്ച് ഓൾ മീൻസ് പെരീനിയൽ മസിൽ, എക്സ്റ്റേണൽ സ്പിഞ്ചർ ഒക്കെ നമുക്ക് കൺട്രാക്ട് ചെയ്യിപ്പിക്കാം വോളണ്ടറിലി ടു പ്രിവെൻറ്റ് മെച്ചുറേഷൻ ടു ഒക്കർ. സോ ദസ് വോളണ്ടറി. സോ നമുക്ക് ഈ സൊമാറ്റിക് ഫൈബേഴ്സിലൂടെ S2, S3, S4 സ്പൈനൽ കോഡിലുള്ള സൊമാറ്റിക് ഫൈബേഴ്സിലൂടെ നമുക്ക് എക്സ്റ്റേണൽ സ്പിഞ്ചറിനെ വോളണ്ടറി ആയിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഈ വോളണ്ടറി കൺട്രോളൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹയർ സെൻറ്റർ ഉണ്ട്. അതാണ് നമ്മുടെ cortical. So voluntary control of maturation is influenced by cortical activities and by learning to contract the external urethral sphincter. So next, control of maturation. So maturation is controlled by the centers in the brainstem. ബ്രെയിൻസ്റ്റമിലുള്ള സെൻറ്റേഴ്സാണ് മെയിൻലി മെച്ചുറേഷൻ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ തന്നെ മിഡ് ബ്രെയിനാണ് ഇൻഹിബിറ്ററി ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത് മെച്ചുറേഷൻ റിഫ്ലക്സിനെ നെഗറ്റീവായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. മെച്ചുറേഷൻ റിഫ്ലക്സിനെ ഇൻഹിബിറ്റ് ചെയ്യും. എന്നാൽ പോൺസ് പ്ലസ് പോസ്റ്റീരിയർ ഹൈപ്പോതലാമസ് ഒക്കെ ഫെസിലിറ്റേറ്റർ ഏരിയ. അപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് ഒക്കെ അല്ലെങ്കിൽ മെച്ചുറേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ട സമയത്ത് ഈ പോൺസിനും പോസ്റ്റീരിയർ ഹൈപ്പോതലാമസിനൊക്കെ ഇമ്പൾസ് വന്നിട്ട് മെച്ചുറേഷൻ റിഫ്ലക്സ് ഒന്നും കൂടെ കൂട്ടും. സോ ഇപ്പോൾ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായെന്ന് വെച്ചാൽ ഈ എ എന്ന് പറയുന്ന റീജിയനിൽ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റമ്മിനെ ഒരു കട്ട് ചെയ്തു. സോ ഈ സെക്ഷൻ ഓഫ് ന്യൂറാക്സിസ് എബോവ് പോൺസ് ആകുമ്പോൾ ഈ നമ്മൾ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ പോൺസാണ്, അത് ഇൻടാക്റ്റാണ്. സോ അവിടുന്ന് ആകെ വരുന്നത് എന്താ, ഫെസിലിറ്റേറ്ററി ഏരിയ. സോ ഈ സെക്ഷൻ ഓഫ് ന്യൂറാക്സിസ് എബോവ് ദ പോൺസ് ആകുമ്പോൾ പ്രൊമോട്ട് ആക്ടിവിറ്റി ഓഫ് മെച്ചുറേഷൻ റിഫ്ലക്സ്, കാരണം അവിടുത്തെ സെൻറ്റേഴ്സ് എന്താ ഫെസിലിറ്റേറ്ററി ഏരിയ ആണ്. സോ ദാറ്റ് കോസ് ലെസ് ഫില്ലിംഗ് ഓഫ് ബ്ലാഡർ ട്രിഗേഴ്സ് ഇറ്റ്സ് റിഫ്ലക്സ് ഇവാക്വേഷൻ. സോ കുറച്ച് ബ്ലാഡർ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ അതായത് പെട്ടെന്ന് ഇവാക്വേഷൻ റിഫ്ലക്സിനെ പ്രൊമോട്ട് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബി എന്നുള്ള ഏരിയയിലെ സെക്ഷൻ എബോവ് മിഡ് ബ്രെയിൻ ആണെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ട്, മിഡ് ബ്രെയിനിലുള്ള ഇൻഹിബിറ്ററി ഉണ്ട്, പോൺസിലുള്ള ഫെസിലിറ്റേറ്ററി ഉണ്ട്. അപ്പോൾ നോർമൽ കേസാണത്. അപ്പോൾ ആ സമയത്ത് നോട്ട് എഫക്റ്റ്, അതായത് ഒരു നോർമൽ മെച്ചുറേഷൻ റിഫ്ലക്സ് നടക്കുക ചെയ്യുക, എക്സാജറേറ്റ് ചെയ്യാൻ ചെയ്യില്ല. എന്ന് വെച്ചാൽ ഫെസിലിറ്റേറ്ററി മാത്രമല്ല അവിടെ ഉള്ളത്, പ്ലസ് ഇൻഹിബിറ്ററി ഉള്ളതുകൊണ്ട് ബോത്ത് ഇറ്റ് ഡസ് നോട്ട് ഇഫക്റ്റ് it. Okay, does not affect maturation. So cortex,
Then next, cortex has voluntary inhibitory control. So in children below 3 years, of age, cortical inhibition is not developed. Cortical inhibition is not well developed. Okay. Hence they often pass urine without their knowledge. So children below 3 years normally voluntary control develop ചെയ്യാനായിട്ടില്ല. അപ്പം അവരറിയാതെ തന്നെ യൂറിൻ പാസ് ചെയ്യും. സോ എപ്പോഴും ഈ കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് control on urination starts to develop at about 2 years of age. At about 2 years of age and completes by 3 years. And completes by 3 years. So ഇതാണ് മെച്ചുറേഷൻ. ഓക്കെ. സോ ഇനി നോർമൽ കേസാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി അബ്നോർമൽ കേസ് എന്ന് വെച്ചാൽ ബ്ലാഡർ ഡിസ്ഫങ്ഷൻസിനെ കുറിച്ച് നോക്കാം. സോ ബ്ലാഡർ ഡിസ്ഫങ്ഷൻസിൽ വരുന്ന ഒന്നാണ്, ഫസ്റ്റ് വൺ ഇസ് ദ അറ്റോണിക് ബ്ലാഡർ. അറ്റോണിക് ബ്ലാഡർ ഓർ ടെബറ്റിസ് ബ്ലാഡർ എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ അഫ്രണ്ട് ലിംബ് ലീഷൻസ് ആണ് ഈ കേസിൽ സംഭവിക്കുക. അഫ്രണ്ട് ലിംബ് ലീഷൻസ്, അപ്പം ബ്ലാഡറിന്ന് അഫ്രണ്ട് ലിംബ് വഴി സെൻസേഷൻസ് അല്ലെങ്കിൽ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ സ്പൈനൽ കോഡിലേക്ക് വന്നിട്ട് അവിടുന്ന് ഇഫ്രണ്ട് അല്ലെങ്കിൽ പാരാസിമ്പത്തറ്റിക് വഴിയാണ് നമുക്ക് മിച്ചുറേഷൻ കോസ് ചെയ്യാം. സോ ഇവിടെ അഫ്രണ്ടിന് മാത്രമാണ് ലീഷൻ വരുന്നത്. ഓൺലി ഓൺ അറ്റോണിക് ഫോർ അഫ്രണ്ട് ലിംബ് ലീഷൻ. അപ്പം ഡീഅഫ്രൻറ്റേഷൻ ഡ്യൂ ടു ടേബിസ് ഡോർസാലിസ് എന്ന് പറയുന്ന ഒരു ന്യൂറോസിഫിലിസ് കേസസിലൊക്കെ അഫ്രൻ നെർവ്സിന് മാത്രം ഇഞ്ചുറി അല്ലെങ്കിൽ ഡാമേജ് വരും. ഓർ ഡ്യൂ ടു ഇഞ്ചുറി ടു ദി അഫ്രണ്ട് ലിംബ് ഓഫ് ദി റിഫ്ലക്സ് ആർക്ക് ഓഫ് മെച്ചുറേഷൻ റിഫ്ലക്സ് കോസസ് അറ്റോണിക് ബ്ലാഡർ. ഇനി അറ്റോണിക് ബ്ലാഡറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഹിയർ സാക്രൽ റൂട്ട്സ് ഓൺലി ദി സാക്രൽ ഡോർസൽ റൂട്ട്സ് ആർ ഇൻറ്ററപ്റ്റഡ്. ഡോർസൽ റൂട്ട് മാത്രമാണ് ഇൻറ്ററപ്റ്റഡ് ആയത്. സോ all the reflex and contraction of the bladder in response to stimulation of the reflex in stimulation of the stretch receptors are absent. അതായത് all reflex contractions are absent. All reflex contractions of bladder due to stretch receptors are absent. Of the bladder
in response to stretch receptors, in response to stimulation of stretch receptors are absent. Okay, next, bladder. First then bladder becomes become thin, hypotonic and distended. കാരണം ഇത് ചെറിയ സ്ട്രെച്ചൊന്നും ആയാൽ ഇവിടെ മിച്ചുറേഷൻ നടക്കുന്നില്ല. സോ അത് തിന്നാവും, ഹൈപ്പോട്ടോണിക്കാവും, ഡിസ്റ്റൻറ്റഡ് ആവും. ആസ് എ റിസൾട്ട് ബ്ലാഡർ കനോട്ട് എംപ്റ്റി പീരിയോഡിക്കലി. ആസ് എ റിസൾട്ട് ബ്ലാഡർ കനോട്ട് എംപ്റ്റി എന്ന് വെച്ചാൽ സ്ട്രെച്ച് ഒരു പ്രത്യേക വോളിയത്തിലെത്തുമ്പം സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്തിട്ട് മിച്ചുറേഷൻ നടക്കണം. അങ്ങനെ പീരിയോഡിക് ആ വോളിയത്തിലെത്തുമ്പോൾ ഇങ്ങനെ മിച്ചുറേഷൻ നടക്കാതെയാവും. സോ എന്താ നോർമലി ഇറ്റ് ഗെറ്റ്സ് filled to its maximum capacity. So that urine overflows through the യുറേത്രയിലൂടെ ഓവർഫ്ലോ ചെയ്യാൻ പറ്റും. ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങും. കാരണം സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആവില്ല, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്ത സ്ട്രെച്ച് റിസപ്റ്റേഴ്സിന് റെസ്പോൺസ് കിട്ടില്ല. സോ ഇത് ഓവർഫ്ലോ ആയിട്ട് ബ്ലാഡർ എന്താ പറയുക, ബ്ലാഡർ എന്ന് പറഞ്ഞിട്ട് ഓവർഫ്ലോ ആവും ത്രൂ യുറേത്ര. ദിസ് ഈസ് കോൾഡ് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ്. എന്നുവെച്ചാൽ എന്താണ് overflow incontinence. Then some residual contractions of the bladder may present because of intrinsic contractile response of smooth muscle to stretch. പക്ഷേ ഇത് ഒരു സ്മൂത്ത് മസിലിനെ നമ്മൾ വെറുതെ സ്ട്രെച്ച് ചെയ്താലും അത് തിരിച്ച് കൺട്രാക്ട് ചെയ്യും. ആ ഒരു അതിനെ ഇപ്പം നെർവ്സ് അതിനെ ഡീനർവേറ്റ് ചെയ്ത ഒരു സ്മൂത്ത് മസിലായാലും അതിൻ്റെ ചില ഇൻട്രൻസിക് കപ്പാസിറ്റി ഉണ്ട്. എന്നുവെച്ചാൽ ഒരു സ്ട്രെച്ചിനോട് റെസ്പോൺസ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അതുകൊണ്ട് കുറച്ചൊക്കെ ഈ സ്ട്രെച്ച് വരുമ്പോൾ കുറച്ചായിട്ട് ചിലപ്പം ഇടയ്ക്ക് ചില കൺട്രാക്ഷൻസ് നടത്തുന്നല്ലാതെ എന്നുവെച്ചാൽ ഫുള്ളായിട്ട് ആ സമയത്തുള്ള യൂറിൻ വോയിഡ് ചെയ്യാൻ മാത്രമുള്ള കൺട്രാക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. So residual volume will be present in the bladder. So some residual contraction may occur. Some residual contractions may be present. Due to what? Because of intrinsic contractile. Because of intrinsic contractile response of smooth muscle to stretch. Okay. So always residual volume of urine will be present. So ഇവിടെ atonic
ബ്ലാഡറിൻ്റെ കാര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഡി അഫറൻറ്റേഷനാണ്. ഒക്കർ ഇൻ ദ കേസ് ഓഫ് ടേബിസ് ടോക്സാലിസ്, ന്യൂറോസിഫിലിസ് or injury to the afferent limb. Then bladder, no, all reflex contractions of bladder in response to stimulus of stress receptors are absent. Bladder became thin, hypotonic and distended. Bladder became thin, hypotonic and distended. In overflow incontinence, residual volume present ആണ്. സോ ചിലപ്പോൾ ഇൻഫെക്ഷന് ചാൻസ് ഉണ്ട്. റെസിഡ്യൽ വോളിയംസ് ഉള്ളതുകൊണ്ട് തന്നെ ഇൻഫെക്ഷന് ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇസ് ഓട്ടോണോമസ് ബ്ലാഡർ. ഓട്ടോണോമസ് ബ്ലാഡറിൽ ബോത്ത് അഫറൻറ്റ് ആൻഡ് ഇഫറൻറ്റ് ലീഷൻസ് വരിക. സോ ദിസ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് ഡീസെൻട്രലൈസ്ഡ് ബ്ലാഡർ. ഇതിനെ ഓട്ടോണോമസ് ബ്ലാഡർ ഓർ ഡീസെൻട്രലൈസ്ഡ് ബ്ലാഡർ എന്ന് പറയും. ആൻഡ് ഈസ് ഡ്യൂ ടു ദ ഡാമേജ് ഓഫ് ബോത്ത് അഫറൻറ്റ് ആൻഡ് ഇഫറൻറ്റ്. സോ യൂഷ്വലി സീൻ ഇൻ ട്യൂമേഴ്സ് ഓഫ് കോഡൈക്വിനെ. നമുക്കറിയാം കോഡൈക്വിനെ എന്ന് വെച്ചാൽ ഈ സ്പൈനൽ കോഡിൻ്റെ എൻഡ് ചെയ്യുന്നതിൻ്റെ അവിടെ ഈ ബാക്കിയുള്ള നെർവ്സൊക്കെ അറേസ് ചെയ്യുന്നത്. പക്ഷേ അഫറൻറ്റ് ഇഫറൻറ്റ് ഒക്കെ ഈ ഒരു നെർവ്സിലുണ്ടാകും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ട്യൂമേഴ്സ് വരുമ്പോൾ ബോത്ത് ആ നെർവ്സ് ഫുള്ളായിട്ട് ഡാമേജ് ആവും. സോ ബോത്ത് അഫറൻറ്റ് ആൻഡ് ഇഫറൻറ്റ് ഫൈബേഴ്സ് ഗെറ്റ് ഡാമേജ്. സോ ഇനീഷ്യലി ബ്ലാഡർ ബിക്കം ഫ്ലാസിഡ് ആൻഡ് ഡിസ്റ്റൻഡ്. സോ ഈ കേസിൽ നേരത്തെ തിന്നും ഡിസ്റ്റൻഡ് ആയിരുന്നു. ഇവിടെ ഫ്ലാസിഡ് ആൻഡ് ഡിസ്റ്റൻഡ് ആണ്. ആൻഡ് ഗ്രാജുവലി ടെട്രോസർ മസിൽ ബിക്കം ആക്റ്റീവ്. അതിൻ്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി കൊണ്ട് ടെട്രോസർ മസിൽ ആക്റ്റീവായിട്ട് സ്മോൾ കൺട്രാക്ഷൻ ബീക്സ് അപ്പിയർ സോ ദാറ്റ് യൂറിൻ ഈസ് വോയിഡഡ് ഇൻ ഡ്രോപ്സ്. നേരത്തെ പറഞ്ഞ സ്ട്രെച്ചിനോട് റെസ്പോൺസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാരണം പിന്നെ അതിലേക്കുള്ള എല്ലാ നെർവ്സും അഫറൻറ്റ് ഇഫറൻറ്റും ഡാമേജ് ആയതുകൊണ്ടും എന്ത് സംഭവിക്കും, ഈ ടെട്രോസർ മസിൽ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ചെറിയ ചെറിയ കൺട്രാക്ഷൻ നടക്കും. അപ്പം ചെറിയ ഈ സ്ട്രെച്ചിനോട് റെസ്പോൺസ് ചെയ്തിട്ട് ചെറിയ കൺട്രാക്ഷൻസ് നടക്കും. അതുവഴി ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് യൂറിൻ വോയിഡ് ചെയ്യാൻ തുടങ്ങും. ഡ്രിപ്പിൾസ് ചെയ്യും യൂറിൻ. ലേറ്റർ ബ്ലാഡർ ബിക്കം ഷ്രങ്കൺ ആൻഡ് ഹൈപ്പർട്രോഫൈഡ്. അങ്ങനെ കുറേ നടക്കുമ്പോൾ ഓവർ ആക്ടിവിറ്റി നടക്കുകയാണല്ലോ ഈ സ്മൂത്ത് മസിലിന്. സോ അപ്പം ബ്ലാഡർ എന്ത് ചെയ്യും, ഷ്രങ്കണും ഹൈപ്പർട്രോഫീഡോ. Some amount of urine always remains in the bladder leading to infection. So next is automatic bladder. Automatic bladder എന്ന് പറയുന്നത് സ്പൈനൽ കോഡിൽ തന്നെ ലീഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ occurs in the transection of spinal cord. Example paraplegia. Spinal cord lesion and occurs in transection of spinal cord. Bladder becomes hypotonic, distended, and there will be overflow incontinence. നേരത്തെ എട്ടോണിക്കിലെ പോലെ ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് ഉണ്ടാവുക, ഹൈപ്പോട്ടോണിക് ഡിസ്റ്റൻറ്റഡ് ആവാം ഡ്യൂറിങ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് സ്പൈനൽ ഷോക്ക്. ലേറ്റർ സ്റ്റേജ്, ഈ സ്റ്റേജിൽ ഇൻ ദ സ്റ്റേജ് done with time. Slowly maturation reflex reappears. Maturation reflex reappears. But there will be no voluntary control. But there will be no voluntary
സെക്ഷനിലാണ് ബ്ലാഡറിലേക്ക് നേഴ്സ് പോകുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചു. അപ്പോൾ ഫസ്റ്റ് സ്പൈനൽ ഷോക്ക് ഇതായതുകൊണ്ട് മൊത്തത്തിൽ ഡീനർവേറ്റ് ചെയ്ത പോലെ ഹൈപ്പോട്ടോണിക്, ഡിസ്റ്റൻറ്റഡ്, ഓവർഫ്ലോ, ഇൻകോണ്ടിനൻസ് ഒക്കെ ഉണ്ടാവും. ലേറ്ററിൽ ഈ ഒരു സ്പൈനൽ സെഗ്മെൻറ്റ് ഇൻടാക്റ്റ് ആണെങ്കിൽ ഇത് മെച്ചുറേഷൻ റിഫ്ലക്സ് റീഅപ്പിയർ ചെയ്യും. പക്ഷേ എന്ത് ചെയ്യുക, വോളണ്ടറി കൺട്രോൾ ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം ഈ വോളണ്ടറി കൺട്രോൾ എന്ന് പറയുന്നത് ബ്രെയിന് ഹയർ സെൻറ്റേഴ്സിന് വരുന്നതാണ്. സോ ഒരു ട്രാൻസാക്ഷൻ വരുമ്പോൾ ഈ ഹയർ സെൻറ്റേഴ്സിൻ്റെ ഇത് നടക്കില്ല. സോ വോളണ്ടറി കൺട്രോൾ ലോസ് ആവും. So there will be no voluntary control. These patients are trained to avoid urine by eliciting the mass reflex. So ഇങ്ങനത്തെ ഉള്ളവർക്ക് വോളണ്ടറി കൺട്രോൾ നടക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവർക്ക് യൂറിനേറ്റ് ചെയ്യാൻ ഫെസിലിറ്റേറ്റ് ചെയ്യാനൊക്കെ മാസ് റിഫ്ലക്സിലൂടെ യൂറിനേറ്റ് ചെയ്യാനൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. These patients are trained to avoid urine by eliciting mass reflex. Bladder capacity is often reduced and reflex hyperactivity may lead to state of spastic neurogenic bladder. ഈ കേസിൽ bladder capacity is often reduced and reflex hyperactivity ഉണ്ടാകും. റിഫ്ലക്സ് എന്നുവെച്ചാൽ ഫെസിലിറ്റേറ്റ് ചെയ്യാനും ഇൻഹിബിറ്ററി കൺട്രോളൊക്കെ പോവുകയാണല്ലോ. സോ റിഫ്ലക്സ് ഹൈപ്പർ ആക്ടിവിറ്റി സംഭവിക്കാം. ദാറ്റ് മേ ലീഡ് ടു ദ സ്റ്റേറ്റ് ഓഫ് spastic neurogenic bladder. So next is the spastic neurogenic bladder. This occur in the in case of lesions maybe in the brain stem or spinal cord. So all inhibitory signals are absent, so that only facilitatory signals will be present. Or spastic neurogenic or inhibitory signals are absent, so that only facilitatory signals will be present. So urinary bladder become hyper
maturation becomes uncontrolled. Becomes uncontrolled. അതായത് ഒരു റിഫ്ലക്സ് ഇനീഷ്യേറ്റ് ചെയ്യുക, ഒരു പ്രത്യേക വോളിയം എത്തിക്കഴിഞ്ഞാൽ ആ റിഫ്ലക്സ് ഇനീഷ്യേറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് യൂറിൻ പാസ് ചെയ്തേ പറ്റൂ, വേറെ നമുക്ക് വോളണ്ടറി ആയിട്ട് ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഈവൻ ദെൻ റെസിഡ്യൽ യൂറിൻ വോളിയം will be there which lead to growth of bacteria, and catheterization of the bladder also predisposed to urinary tract infection. ഇങ്ങനെയൊക്കെ മെച്ചുറേഷൻ ഇടയ്ക്കിടയ്ക്ക് നടക്കുമെങ്കിലും കുറച്ച് റെസിഡ്യൽ വോളിയം അവിടെ ഉണ്ടാവും. Residual volume of urine will be there which leads to growth of bacteria. And catheterization of the bladder also predisposed to urinary tract infections. Urinary tract infections. ഇതാണ് സ്പാസ്റ്റിക് ന്യൂറോജനിക് ബ്ലാഡർ എന്ന് വെച്ചാൽ maturation reflex became hyperactive. Next is nocturnal enuresis or night bedwetting. So nocturnal enuresis may be due to poorly developed nervous control of the bladder. May be due to poorly developed nervous control of the bladder. Nervous control of the bladder. And in children it is normal, but in adult it may be due to diseases of sacral spinal segments. ഈ ഇൻഹിബിറ്ററി ആക്ഷനൊക്കെ നമുക്കറിയാലോ 2 to 3 years ഒക്കെ ആകുമ്പോൾ നമ്മൾ വോളണ്ടറി ആയിട്ട് യൂറിനേഷൻ കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങാം. സോ ചിൽഡ്രനിൽ ഈ നൊക്ടേണൽ എന്യൂറസിസ് കോമൺ ആണ്, പക്ഷേ അഡൾട്ടിൽ ഇറ്റ് ഈസ് അൺകോമൺ ആൻഡ് മേ ബി ഡ്യൂ ടു ഡിസീസ് ഓഫ് സാക്രൽ സ്പൈനൽ സെഗ്മെന്റ്. ഇറ്റ് ഈസ് നോർമൽ in children, but in adult it may be due to diseases of sacral spinal segments injury. Disease may be due to disease of sacrospinal segments. So this is all about nocturnal enuresis. So this is about the bladder dysfunction. Then maturation reflex, its control mechanism, cystometrogram,
and innervation of the bladder, etc. So this is all about maturation reflex. Thank you.